സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് BLOയെ മർദ്ദിച്ച സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത CPM ലോക്കൽ സെക്രട്ടറിയെ റിമാൻഡ് ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ A സുരേന്ദ്രനെയാണ് 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത്. ദേലമ്പാടി പഞ്ചായത്ത് 8ാം വാർഡിലെ ബൂത്ത് ലെവൽ ഓഫീസറായ P അജിത്തിന് മർദ്ദനമേറ്റ കേസിലാണ് നടപടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറുമെന്ന ഉണ്ണിത്താൻ. കാസർഗോഡ് ജില്ലയിൽ വൻ ലഹരിവേട്ട. പോലീസ് നടത്തിയ പരിശോധനയിൽ ലഹരി കടത്ത് സംഘത്തിലെ 6 പേർ പിടിയിലായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF വൻ ഭൂരിപക്ഷം നേടുമെന്ന UDF കൺവീനർ A ഗോവിന്ദൻ നായർ. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ തദ്ദേശ പോര് 2025 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വനിതാ സദസ്സ് സംഘടിപ്പിച്ചു. ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ, റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കേരള കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. NA നെല്ലിക്കുന്ന് MLA ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ ഏകാദശി നാളിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് സമ്പൂർണ്ണ ഏകദിന നാരായണീ നാമജപ സമർപ്പണം നടക്കും. വാർത്തകൾ വിശദമായി. കാസർഗോഡ് BLOയെ മർദ്ദിച്ച സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത CPM ലോക്കൽ സെക്രട്ടറിയെ റിമാൻഡ് ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ A സുരേന്ദ്രനെയാണ് 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത്. ദേലമ്പാടി പഞ്ചായത്ത് 8ാം വാർഡിലെ ബൂത്ത് ലെവൽ ഓഫീസറായ P അജിത്തിന് മർദ്ദനമേറ്റ കേസിലാണ് നടപടി. SIR ഫോം നൽകിയില്ലെന്നാരോപിച്ച് ബൂത്ത് ലെവൽ ഓഫീസറെ അസഭ്യം പറഞ്ഞ് കയ്യേറ്റത്തിന് ശ്രമിച്ച സംഭവത്തിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അറസ്റ്റിൽ. ദേലമ്പാടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ചാപ്പക്കല്ലിലെ A സുരേന്ദ്രനെയാണ് ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പയറടുക്ക വാർഡിലെ BLO P അജിത്തിന്റെ പരാതിയിലാണ് അറസ്റ്റ്. വ്യാഴാഴ്ച ചാപ്പക്കല്ല് കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്ത് വെച്ചായിരുന്നു കയ്യേറ്റ ശ്രമം നടന്നത്. SIR ഫോം ശേഖരിക്കുന്നതിന് എത്തിയതായിരുന്നു BLO വാർഡിലെ പുഷ്പ എന്ന ആൾക്ക് SIR ഫോം നൽകാത്തതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ നേരത്തെ പ്രശ്നമുണ്ടായിരുന്നു. അജിത് ഫോം ഏൽപ്പിച്ച ആൾ പുഷ്പ എന്ന ആൾക്ക് കൊടുത്തിരുന്നില്ല. തുടർന്ന് അജിത് പുഷ്പയുടെ വീട്ടിൽ നേരിട്ടെത്തി ഫോം എത്തിച്ചിരുന്നു. പിന്നാലെയാണ് പഞ്ചായത്ത് അംഗം BLOയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. സംഭവത്തിന്റെ വീഡിയോ പ്രചരിച്ചതോടെ കളക്ടർ പ്രശ്നത്തിൽ ഇടപെട്ടു. ബന്തെടുക്ക ബീവറേജ് കോർപ്പറേഷനിൽ LD ക്ലർക്കാണ് പരാതിക്കാരനായ അജിത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറുമെന്ന് ഉണ്ണിത്താൻ. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും രാഹുൽ പാർട്ടിയെ വെല്ലുവിളിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ വടി കൊടുത്ത് അടി വാങ്ങിയെന്നും ഉണ്ണിത്താൻ പരിഹസിച്ചു. അദ്ദേഹത്തോടൊപ്പം ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത് പാർട്ടി. പിന്നീട് അദ്ദേഹം അന്വേഷിച്ചു. എന്തന്വേഷണം? അന്വേഷിക്കാൻ അദ്ദേഹത്തിന് എന്താ അധികാരം? ഇനിയല്ലേ അന്വേഷണം ആരംഭിക്കാൻ പോകുന്നത്? നേരിട്ട് മുഖ്യമന്ത്രിയെ പോയി കണ്ടു, പരാതി നേരിട്ട് കൊടുത്തു. ഇനിയാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണത്തിന്റെ റിസൾട്ട് എന്തുമാകട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, വി ആർ ലീസ്റ്റ് ബോതേഡ് അബൌട്ട് ദാറ്റ്. പക്ഷേ വി ആർ മച്ച് കൺസേൺഡ് അബൌട്ട് അവർ പാർട്ടി. നമ്മുടെ പാർട്ടിക്ക് ഒരു മൂല്യബോധം ഉണ്ടല്ലോ. ആ മൂല്യബോധം തകർക്കാനും കോൺഗ്രസിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്താനും അതുപോലെ തന്നെ കോൺഗ്രസിനെ പൊതുജന മധ്യത്തിൽ പ്രതിക്കൂട്ടിലാക്കാനുമാണ് ഈ ചെറുപ്പക്കാരൻ ശ്രമിച്ചത്. അതിനെ ആര് ന്യായീകരിച്ചാലും അവരോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ കോൺഗ്രസ് തയ്യാറാവും. അല്ലെ, ഞാൻ പറഞ്ഞത് ഇടതുപക്ഷത്തിന് ഇതൊന്നും ആവശ്യപ്പെടാനുള്ള യോഗ്യതയൊന്നുമില്ല. പയ്യന്നൂരിൽ 20 വർഷം ശിക്ഷിച്ചു. എന്തിനാ? പോലീസിനെ ബോംബെറിഞ്ഞതിന്. ആ MLA ആ വ്യക്തിയെ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിച്ചു, മാലയിട്ട് സ്വീകരിച്ചു. പിന്നെ മുകേഷ് എവിടെ നിൽക്കുന്നു? അപ്പോൾ സമാനതകളില്ലാത്ത പ്രവൃത്തികൾ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രിയെ കാണാൻ പോയല്ലോ പെൺകുട്ടി. മുഖ്യമന്ത്രിയുടെ ഓഫീസിരിക്കുന്ന P ശശി ആരാ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ധാർമ്മികതയെക്കുറിച്ചൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും പറയണ്ട. അതല്ല, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാട് വേണം.
ആ നിലപാട് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ല മാർക്സിസ്റ്റുകാരും BJP-ക്കാരും ധാർമ്മികതയും പറഞ്ഞുകൊണ്ട് വന്നാൽ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചവറ്റുകൊട്ടയിൽ വലിച്ചെറിയും. കാര്യം അവരുടെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്കറിയാം. പക്ഷേ കോൺഗ്രസ് പാർട്ടി ആദ്യം എടുത്ത നിലപാട്, ആ നിലപാട് അടിയുറച്ചു നിൽക്കണം. ഇക്കാര്യത്തിൽ 1% പോലും ഈ ഇടയ്ക്ക് നമുക്ക് ശബ്ദിക്കാൻ അവകാശമില്ല, പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വടി കൊടുത്ത് അടി വാങ്ങിച്ചാണ്. കാസർഗോഡ് ജില്ലയിൽ വൻ ലഹരിവേട്ട. പോലീസ് നടത്തിയ പരിശോധനയിൽ ലഹരിക്കടത്ത് സംഘത്തിലെ 6 പേർ പിടിയിൽ. കാസർഗോഡ് വിദ്യാനഗർ, ഹോസ്ദുർഗ, ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നടത്തിയ പരിശോധനയിൽ 40 ഗ്രാമോളം MDMA-യും 6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ലഹരിക്കടത്ത് സംഘത്തിലെ 6 പേർ പിടിയിലായി. കാസർഗോഡ് ടൗൺ പോലീസ് നടത്തിയ പരിശോധനയിൽ ഓട്ടോയിൽ കടത്താൻ ശ്രമിച്ച മാരക രാസലഹരിയായ MDMA-യുമായി 2 പേർ പിടിയിലായി. ഷിറിബാഗിലു നാഷണൽ നഗർ സ്വദേശിയും മുളിയാർ മാസ്തിക്കുണ്ട് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഉസ്മാൻ കെ, ഷിറിബാഗിലു സ്വദേശി അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 28.32 ഗ്രാം MDMA പിടികൂടി. വാഹനത്തിന്റെ ഡ്രൈവർ സീറ്റിന്റെ അടിയിലായുള്ള സ്റ്റോറേജ് ബോക്സിനുള്ളിൽ നിന്നും പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിലാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത്. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ആളെ വിദ്യാനഗർ പോലീസും ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പരിശോധിച്ചപ്പോൾ 6 ഗ്രാം MDMA-യും 6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പിടികൂടി. ഉളിയത്തടുക്ക ഗണേഷ് നഗർ സ്വദേശി മുഹമ്മദ് ഹനീഫിയാണ് പിടിയിലായത്. വീട്ടിൽ ലഹരി സൂക്ഷിച്ചതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്ദുർഗ് പോലീസ് നടത്തിയ പരിശോധനയിൽ 3 ഗ്രാം MDMA-യുമായി മുറിയനാവി സ്വദേശി ഷാജഹാൻ അബൂബക്കർ പിടിയിലായി. ഇയാളുടെ കിടപ്പുമുറിയിലെ കുളിമുറിയിൽ ഒളിപ്പിച്ച നിലയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ബേക്കൽ പോലീസ് 2 പേരെ MDMA-യുമായി പിടികൂടിയിരുന്നു. പയ്യന്നൂർ, രാമന്തളി, കുന്നരു സ്വദേശികളായ പ്രജിത്ത് M, സജിത് T എന്നിവരാണ് പിടിയിലായത്. 1.95 ഗ്രാം MDMA-യാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. വാഹന പരിശോധനയ്ക്കിടെ പെരിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് സമീപത്ത് നിന്നുമാണ് ഇവർ പിടിയിലായത്. ആകെ 39.27 ഗ്രാം MDMA-യും 6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമാണ് 6 പേരിൽ നിന്നുമായി 4 ദിവസത്തിനിടെ ജില്ലയിൽ പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPS-ന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ASP ഡോക്ടർ നന്ദഗോപൻ M, IPS, കാഞ്ഞങ്ങാട് DVSP സുരേഷ് ബാബു, ബേക്കൽ DVSP മനോജ് VV എന്നിവരുടെ മേൽനോട്ടത്തിൽ കാസർഗോഡ് ഇൻസ്പെക്ടർ നളിനാക്ഷൻ P, വിദ്യാനഗർ ഇൻസ്പെക്ടർ ഷൈൻ KP, ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ അനൂപ് കുമാർ E, ബേക്കൽ ഇൻസ്പെക്ടർ രഞ്ജിത്ത് രവീന്ദ്രൻ, സബ് ഇൻസ്പെക്ടർ രാജീവൻ K, അനൂപ് S, അഖിൽ T, ജിജേഷ് CP, സെബാസ്റ്റ്യൻ, നീതു, റോഷിത് മൗഷ്മി CR, ASI അജയ് കുമാർ, പ്രദീപ് കുമാർ, നിഷാദ്, അനിൽ K, പ്രശാന്ത് NR, CPOമാരായ ശ്യാം ചന്ദ്രൻ, രമേശ് V, ഡ്രൈവർ CPO ജിതീഷ്, രാജേഷ്, സനീഷ്, ജോസഫ്, കൃഷ്ണനുണ്ണി, ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡ്, കാസർഗോഡ് കാഞ്ഞങ്ങാട് സബ് ഡിവിഷൻ സ്ക്വാഡ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളാണ്. തദ്ദേശപ്പോര്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF വൻ ഭൂരിപക്ഷം നേടുമെന്ന് UDF കൺവീനർ A ഗോവിന്ദൻ നായർ. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ തദ്ദേശപ്പോര് 2025 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ ജില്ലാ പഞ്ചായത്ത് ഭരണം ഇക്കുറി UDF തിരിച്ചുപിടിക്കുമെന്ന് UDF ജില്ലാ കൺവീനർ A ഗോവിന്ദൻ നായർ പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച തദ്ദേശപ്പോര് 2025 മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയ ചിറ്റാരിക്കൽ, പെലിക്കോട്, ചെങ്കള ഡിവിഷനുകളിലടക്കം UDF മിന്നും വിജയം നേടും. പഞ്ചായത്തുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വിജയം UDF-നുണ്ടാകും. കാഞ്ഞങ്ങാട് നഗരസഭാ ഭരണവും UDF ഇക്കുറി തിരിച്ചുപിടിക്കും.
UDF ഭരണത്തിലിരുന്ന കാലത്താണ് ജില്ലയുടെ വികസനത്തിന് ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്തത്. ഇതിൽ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന കാസർഗോഡ് പാക്കേജ് അടക്കമുള്ളവ പെടും. എന്നാൽ LDF സർക്കാർ അതൊന്നും തുടർന്നില്ലെന്നും ഗോവിന്ദൻ നായർ ആരോപിച്ചു. വോട്ടിൽ ചേർക്കുന്ന കാര്യത്തിൽ വളരെ വ്യക്തമായും വോട്ട് പല മേഖലകളിലും കള്ളുവോട്ടുകൾ ചേർത്തുകൊണ്ട് ഉള്ള നടപടിയുമായി മുന്നോട്ട് പോയി. അതുപോലെ വാർഡ് വിഭജനം വന്നപ്പോഴും എല്ലാ മേഖലകളിലും LDFന് അനുകൂലമായി പ്രാദേശിക നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ട് വാർഡ് വിഭജനം നടത്തി. അതുപോലെ ബൂത്ത് രൂപീകരിക്കുന്ന സമയത്ത് അന്ന് ഈ നിയമത്തിന്റെ മുന്നിൽ 1000 വോട്ടുള്ള ഒരു ബൂത്താക്കി മാറ്റണം എന്ന വ്യവസ്ഥ കാറ്റിൽ പറത്തി 1500 1600 വോട്ടുള്ള മേഖലകളിൽ ഒറ്റ ബൂത്ത് സൃഷ്ടിച്ചുകൊണ്ട് അത് വോട്ട് വൈകിപ്പിച്ച് UDFനെ തകർക്കാൻ LDFന് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തി. ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ന് വളരെ ശക്തമായി കേരളത്തിലെ UDF പ്രവർത്തകർ ഇതിനെ നേരിട്ടു എന്നതാണ് വസ്തുത. നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് നമുക്കറിയാം വളരെ ശക്തമായ രീതിയിൽ പ്രാവശ്യം UDF തിളക്കമാവുന്ന സ്ഥാനാർത്ഥികളെ മുന്നിൽ നിർത്തി അതിശക്തമായ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിനീക്കിക്കൊണ്ട് ഇന്ന് ത്രിതല പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും വളരെ ശക്തമായ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരരംഗത്തിറക്കി കാസർഗോഡ് ജില്ല ഇപ്രാവശ്യം കഴിഞ്ഞ ചെറിയ സീറ്റിന് ജില്ലാ പഞ്ചായത്ത് നഷ്ടം വന്നു. അത് ഞങ്ങൾ എന്തു വന്നാലും തിരിച്ചു പിടിക്കും. കോൺഗ്രസിനകത്ത് നിന്ന് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നവരെ വെച്ചുപുറപ്പിക്കാനാവില്ല. പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് LDF ഭരണം ചുരുങ്ങിയതായും ഗോവിന്ദൻ നായർ ആരോപിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുകൾക്ക് അപ്പുറം പ്രാദേശികമായ കാര്യങ്ങൾ കൂടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ഗോവിന്ദൻ നായർ കൂട്ടിച്ചേർത്തു. മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ AM അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും വൈസ് പ്രസിഡന്റ് KS ഹരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗുരുവായൂർ ഏകാദശി നാളിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് സമ്പൂർണ്ണ ഏകദിന നാരായണി നാമജപ സമർപ്പണം നടക്കും. ഗുരുവായൂർ ഏകാദശി എന്നത് വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിവസം ഗുരുവായൂരിലെ പ്രധാന ആഘോഷമാണ്. ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠാദിനമായും ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ച ദിവസമായും കണക്കാക്കപ്പെടുന്നു. ഏകാദശി ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നത് ഐശ്വര്യം, രോഗശാന്തി, മനഃശാന്തി എന്നിവ നൽകുമെന്നും വിശ്വാസമുണ്ട്. ഏകാദശി ദിനത്തിന് നിരവധി പ്രാധാന്യങ്ങളുണ്ട്. ദേവഗുരു ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് ഗുരുവായൂരപ്പന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ഈ ദിവസമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം സർവ്വ ദേവഗണങ്ങളും ഗുരുവായൂരിലുണ്ടായിരിക്കുമെന്ന വിശ്വാസവുമുണ്ട്. ഡിസംബർ 1 ഏകാദശി നാൾ. ഗുരുവായൂർ ഏകാദശി നാളിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വച്ച് സമ്പൂർണ്ണ ഏകദിന നാരായണി നാമജപ സമർപ്പണം നടക്കും. ഗുരുവായൂർ ഏകാദശി ഡിസംബർ 1 തിങ്കളാഴ്ച. ഏകാദശി വ്രതമെടുത്ത് നാരായണ നാമം ജപിച്ചാൽ വിശ്വാസം സർവ്വ ഐശ്വര്യവും വരുമെന്നാണ് വിശ്വാസം. ഏകാദശി വ്രതമെടുത്ത് അത് ഗുരുവായൂർ ഏകാദശി വ്രതമാണെങ്കിൽ ഫലം ഇരട്ടിക്കും. ഏകാദശി വ്രതം ദിവസം ഡിസംബർ 1 തിങ്കളാഴ്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഏകാദശി വ്രതമെടുക്കാനും പിന്നെ ഉപാസനയ്ക്കും പിന്നെ ഒരിക്കൽ വ്രതമെടുക്കാനും അവസരമൊരുക്കുന്നു. ഒരു വർഷത്തിൽ 24 ഏകാദശിയുണ്ട്. അതിൽ 24 ഏകാദശിയും എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഗുരുവായൂർ ഏകാദശി വ്രതമെടുത്താൽ 24 ഏകാദശി വ്രതത്തിന് ഫലം സിദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിൽ ഏകാദശി ദിവസമായ ഡിസംബർ 1 ഏകാദശി വ്രതം എന്ന് പറയുന്നത് ജന്മജന്മാന്തരത്തിലുണ്ടായ ദുരിതങ്ങളെ ക്ഷയിപ്പിക്കാനും സുഹൃതമുണ്ടാക്കുവാനുമാണ്. അന്നേ ദിവസം ക്ഷേത്രത്തിൽ നിന്നും ഉച്ചയ്ക്ക് ഭക്തർക്ക് ഗോതമ്പ് കഞ്ഞി പ്രസാദമായി നൽകും. ഗുരുവായൂർ ഏകാദശി നാളായ ഡിസംബർ 1
കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ഉപാസനയ്ക്കും ഒരിക്കൽ വ്രതം എടുക്കുവാനും അവസരം ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂർ ഏകാദശി വ്രതം എടുത്താൽ 24 ഏകാദശിയും ഉപാസിച്ച ഫലം കൈവരും എന്നാണ് വിശ്വാസം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ 38ാം സംസ്ഥാന സമ്മേളനം ഡിസംബർ 18-ന് നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ 38ാമത് സംസ്ഥാന സമ്മേളനം ഡിസംബർ 18-ന് കാഞ്ഞങ്ങാട് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. പൊതുസമ്മേളനം MLA E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ കമ്പനികളുടെ ഡെമോൺസ്ട്രേഷൻ, അവാർഡ് വിതരണം എന്നിവയും നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം നടന്നു. സംസ്ഥാന അധ്യക്ഷൻ PV രാഗേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് വെച്ച് നടക്കുന്ന 38ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള സ്വാഗതസംഘം ഓഫീസിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ നിർവഹിക്കാം. ജില്ലാ പ്രസിഡന്റ് രാജു കപ്പടക്കാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറിയും ജനറൽ കൺവീനറുമായ രജീഷ് MR സ്വാഗതം പറഞ്ഞു. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് കുമാർ B, കൃഷ്ണൻ കൊട്ടോടി, TV മണി, കുമാരൻ TV, മധുസൂദനൻ നായർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നവംബർ 28 മുതൽ ഡിസംബർ 2 വരെ അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നാടകോത്സവത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടത്തി. GVHSS ഹെഡ് മാസ്റ്റർ PV രാജേഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. നവംബർ 28 മുതൽ ഡിസംബർ 2 വരെ അമ്പലത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് അമ്പലത്തറ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നാടകോത്സവത്തിന് മുന്നോടിയായി നടത്തിയ വിളംബര ഘോഷയാത്ര GVHSS ഹെഡ് മാസ്റ്റർ PV രാജേഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്ത്രീശക്തി അമ്പലത്തറ അവതരിപ്പിച്ച ശിങ്കാരിമേളവും വിനോദ് അമ്പലത്തറയുടെ നേതൃത്വത്തിൽ നടത്തിയ വിദ്വാൻ P. കേളുനായരുടെ വിജ്ഞാനദായിനി വിശ്വവിദ്യാലയത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി തയ്യാറാക്കിയ മനോഹരമായ നിശ്ചല ദൃശ്യം വിളംബര ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. ദേവരാജ് കക്കാട്ട് അവതരിപ്പിച്ച നാടകം പ്രകൃതി ചൂഷണത്തിനെതിരെ പ്രതിരോധത്തിന്റെ അടയാളമായി വേദിയിൽ മാറുകയായിരുന്നു. പൂക്കൽ രാഘവൻ, രവീന്ദ്രൻ മുങ്ങത്ത്, P. പത്മാവതി, മാധവി കാനം, ശശി കൊടവലം, രാജൻ മീങ്ങോത്ത്, രാജേഷ് കറിയ, KP ബാലൻ, ശശി മണ്ടേങ്ങാനം, PV ജയരാജ്, അമ്പലത്തറ നാരായണൻ, ജയരാജൻ കണ്ണൂത്ത്, ഉമേശൻ മലയാക്കോൾ, വേണുഗോപാൽ, സുരു കൊമ്പിച്ചിയടുക്കം, ഗിരിജ, അഡ്വക്കേറ്റ് N. കരുണാകരൻ, രാജൻ ചെറുവലം, ഗംഗാധരൻ വിദ്യാൽ, രാജേഷ് പന്നിക്കുന്ന്, കൃഷ്ണൻ V, ജയൻ ചുണ്ണൻകുളം, C. ജയ, N. ദിവാകരൻ, നാരായണൻ, ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അരി ഏരത്തുമുണ്ട്യ ദേവാലയം നവംബർ 30 മുതൽ ഡിസംബർ 5 വരെ നടക്കുന്ന പുനഃപ്രതിഷ്ഠ കളിയാട്ട ഉത്സവത്തിൽ എത്തിച്ചേർന്നവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി രൂപീകരിച്ച ആരോഗ്യ കമ്മിറ്റിക്ക് യൂണിഫോം നൽകി. 5 ദിവസവും മുഴുവൻ സമയവും പ്രവർത്തിക്കാൻ തയ്യാറായ 20 ആളുകൾക്കാണ് യൂണിഫോം നൽകിയത്. അരൈ ശ്രീ ഏരത്തുമുണ്ട്യ ദേവാലയത്തിൽ നവംബർ 30 മുതൽ ഡിസംബർ 5 വരെ നടക്കുന്ന പുനഃപ്രതിഷ്ഠ കളിയാട്ട ഉത്സവത്തിൽ എത്തിച്ചേർന്നവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി രൂപീകരിച്ച ആരോഗ്യ കമ്മിറ്റിക്ക് യൂണിഫോം നൽകി. 5 ദിവസവും മുഴുവൻ സമയവും പ്രവർത്തിക്കാൻ തയ്യാറായ 20 ആളുകൾക്കാണ് യൂണിഫോം നൽകിയത്. കാർത്തിക ഫുഡ് മാനേജറും അമ്പലം ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ രഘു കാർത്തികയുമാണ് യൂണിഫോം നൽകിയത്. ആരോഗ്യ കമ്മിറ്റി ചെയർമാൻ ഗോകുലാനന്ദൻ മോനാച്ച, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശ്രീകുമാർ, നിമിഷ, സ്റ്റാഫ് നഴ്സ് ധന്യ, ആശാ വർക്കർമാർ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ നാട്ടിലെ വലിയൊരു ഉത്സവം, എല്ലാ ജാതി മതസ്ഥരും ഒന്നിച്ചു കൂടുന്ന അപൂർവം ചില അവസരങ്ങളാണിത്. അതായത് ബാക്കിയൊക്കെ ഏതെങ്കിലും ഒന്നിൻ്റെ ഒരു വാലുണ്ടാവും, സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു
പാർട്ടിയുടെ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെയും ഒരു ടേല് അതിൻ്റെ ബാക്കിലുണ്ട്. പക്ഷേ ഇത് ഒരു ശ്വാസം ഇങ്ങനെ ഉപയോഗിച്ച് അപാലവൃദ്ധ ജനങ്ങൾ ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു ഉത്സവം. ഇപ്പോൾ ഞാൻ തൊട്ട് അപ്പുറത്ത് മോനാച്ചാ സൈഡിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് നിന്ന് വരുന്നവരുണ്ട്, ഞാണിക്കടയിൽ നിന്ന് വരുന്ന ഇപ്പോൾ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ പവിയേട്ടൻ, ഞാൻ കൺവീനർ. അങ്ങനെ സമൂഹത്തിൻ്റെ പല മേഖലയിൽ നിന്നും ആൾക്കാർ ഒന്നിച്ചുകൂടി. പിന്നെ എല്ലാവർക്കും നല്ല താല്പര്യമാണ്. ഞങ്ങളിപ്പോൾ രാവിലെ നിന്ന് ഇപ്പോൾ പത്രസമ്മേളനം കഴിഞ്ഞ് നേരെ പിരിവിനാണ് പോയത്. സിന്ധു കൃഷ്ണൻ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചാമുണ്ടിക്കുന്ന് ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വാരിക്കാട്ടപ്പൻ ശ്രീ മഹിഷമർദ്ദിനി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളത്ത് നടന്നു. ചാമുണ്ടിക്കുന്ന് ശ്രീ വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് തുടക്കമായത്. കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വാരിക്കാട്ടപ്പൻ ശ്രീ മഹിഷമർദ്ദിനി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളത്ത് നടന്നു. വാദ്യമേളങ്ങൾ, മേലാപ്പ്, കൊടിക്കൂറ എന്നിവയുടെ അകമ്പടിയോടെ നടന്ന ദീപവും തിരിയും എഴുന്നള്ളത്തിൽ ആചാരസ്ഥാനികരും ആഘോഷ അമ്പല കമ്മിറ്റി ഭാരവാഹികളുമടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. തുടർന്ന് 7 പ്രാദേശിക സമിതികളിലെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളി അരങ്ങേറി. തുടർന്ന് വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ഡിസംബർ 1 കളിയാട്ട മഹോത്സവത്തിന് സമാപനമാവും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട്ടെ വ്യാപാര പ്രമുഖനും വ്യവസായ സംരംഭകനും കെ ഉമേഷ് കാമത്ത് കമ്പനിയുടെ ഉടമയുമായ മേലാങ്കോട്ട് SS കലാമന്ദിരത്തിന് സമീപം ശ്രീവിട്ടലിൽ കെ ഉമേഷ് കാമത്ത് നിര്യാതനായി. കാഞ്ഞങ്ങാട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ്, ഹോസ്ദുർഗ ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി, GSB ഗ്രാമസഭ പ്രസിഡന്റ്, കാഞ്ഞങ്ങാട് ചിന്മയ മിഷൻ പ്രസിഡന്റ്, ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ, പടന്നക്കാട് നെഹ്റു കോളേജ് എന്നിവയുടെ ഭരണസമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. ഭാര്യ വീണ കാമത്ത്, മക്കൾ രാജേഷ് കാമത്ത്, ഡോക്ടർ പ്രകാശ് കാമത്ത്, നയന പ്രഭു എന്നിവരാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് BLOയെ മർദ്ദിച്ച സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത CPM ലോക്കൽ സെക്രട്ടറിയെ റിമാൻഡ് ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ A സുരേന്ദ്രനെയാണ് 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത്. ദേലമ്പാടി പഞ്ചായത്ത് 8ാം വാർഡിലെ ബൂത്ത് ലെവൽ ഓഫീസറായ P അജിത്തിന് മർദ്ദനമേറ്റ കേസിലാണ് നടപടി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. നാറിയവനെ ചുമന്നാൽ ചുമന്നവരും നാറുമെന്ന ഉണ്ണിത്താൻ. കാസർഗോഡ് ജില്ലയിൽ വൻ ലഹരിവേട്ട. പോലീസ് നടത്തിയ പരിശോധനയിൽ ലഹരി കടത്ത് സംഘത്തിലെ 6 പേർ പിടിയിലായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF വൻ ഭൂരിപക്ഷം നേടുമെന്ന UDF കൺവീനർ A ഗോവിന്ദൻ നായർ. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ തദ്ദേശ പോര് 2025 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വനിതാ സദസ്സ് സംഘടിപ്പിച്ചു. ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ, റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കേരള കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. NA നെല്ലിക്കുന്ന് MLA ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ ഏകാദശി നാളിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ കാഞ്ഞങ്ങാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് സമ്പൂർണ്ണ ഏകദിന നാരായണീ നാമജപ സമർപ്പണം നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.